ഇന്നത്തെ വീട്ടിൽ എൻ്റെ കൂടെയുള്ളത് സുസുക്കി വിക്ടോറിയസ്. സുസുക്കിയുടെ ലൈനപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് അറൈവലാണ് ഈ ഒരു വിക്ടോറിയസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീട്ടിൽ എൻ്റെ കൂടെയുള്ളത് LXi എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് ആണ്. ഈ ഒരു ബേസ് വേരിയൻ്റ് കൊണ്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതിനൊരു ഫീച്ചേഴ്സാണ്. ശരിക്കും വരുവാനെ കണ്ടത് ബേസ് മോഡൽ ആണോ അതുപോലെ നമുക്ക് തോന്നിപ്പോവും. അത്രയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വിക്ടോറിയസിൽ വരുന്നുണ്ട്. നിങ്ങളൊരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു LXi വേരിയൻ്റ് ആണ്. കുറച്ച് കാലം കൂടി പുറകിലോട്ട് പോകുന്ന സമയത്ത് LXi അല്ലെങ്കിൽ ഒരു ബേസ് വേരിയൻറ്റ് ആരും എടുക്കാത്തൊരു വേരിയൻ്റ് ആയിരുന്നു ഒരു എൻട്രി ലെവലായ ബേസ് വേരിയൻറ്റ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി എന്ന് സെയിൽ ചെയ്യുന്ന ഒരു വേരിയൻറ്റ് പറഞ്ഞാൽ ഒരു ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം അടുത്ത് പരിചയപ്പെടാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് മോഡൽ വരുന്നുണ്ട് എല്ലാവർക്കും നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വിക്ടോറിയസ് പറഞ്ഞൊരു മോഡൽ. ഈ ഒരു വിക്ടോറിയസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു മോഡലാണ് വിക്ടോറിയസ്. അതുമാത്രമല്ല നമ്മുടെ സുസുക്കി ലൈനപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ഒരു അറൈവലാണ് ഈ ഒരു വിക്ടോറിയസ്. സ്റ്റാൻഡേർഡായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചർ ലോഡായിട്ട് വന്നൊരു മോഡലാണ്. പക്ഷേ ഒരു അഡാസ് ഫീച്ചേഴ്സ് പോലും നമ്മൾ ഈ ഒരു സുസുക്കി ലൈനപ്പിൽ വന്ന ആദ്യ മോഡലാണ് ഈ ഒരു വിക്ടോറിയസ് എന്ന മോഡൽ. സോ സ്ട്രൈറ്റ് അവേ വിക്ടോറിയസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഓവറോൾ സുസുക്കി വിക്ടോറിയസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഇതിൽ ഒറ്റ നമ്മൾ കണ്ട ഫുൾ ഓപ്ഷനെ തോന്നിപ്പോവും. കാരണം ഈ ഒരു രണ്ട് പ്ലേറ്റിംഗ് നമുക്ക് ശരിക്കും ഒരു ഫുൾ ഓപ്ഷനെ സാമ്യം തോന്നിക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും. അതിന് നേരെ താഴെ ഒരു ക്രോം പ്ലേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടിൽ കണ്ടാൽ അത് DRL തോന്നിപ്പോവും. പക്ഷേ അത് ജസ്റ്റ് ഒരു ക്രോം പ്ലേറ്റിംഗ് ആണ് അവിടെ കൊടുത്തുള്ളത്. താഴെ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. നേരെ ഹെഡ് ലാമ്പ് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഹാലജൻ ലാംപ്സ് ആണ് ഒരു അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റിംഗ് കണ്ടോ, ഒറ്റ നോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു DRL തോന്നിപ്പോവും. പക്ഷേ അതൊരു ക്രോം പ്ലേറ്റിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ വേരിയൻ്റ് പോകുന്ന സമയത്ത് നമുക്ക് DRLസും ലഭിക്കുന്നുണ്ട്. ഡേറ്റ റണ്ണിങ് ലാമ്പ് നേരത്തെ ഫോഗ് ലാമ്പ് ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഷോറൂമിൽ നമുക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ്, അതിൽ ഇവിടെ ഒരു കർട്ടൻ യൂണിറ്റ് കാണാൻ സാധിക്കും. ഒരു എയറോഡാമിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കർട്ടൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ ടോപ്പിൻ്റെ പോകുന്ന നമുക്ക് അഡാസ് ഫീച്ചേഴ്സും ഈ ഒരു വിക്ടോറിയസിൽ വരുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നത്. അതുപോലെ ബോണ്ടിലും നമുക്ക് ഒരുപാട് ക്യാരക്ടർ ലൈൻസും കാണാൻ സാധിക്കും. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ ഒരു വിക്ടോറിയസിന് കൊടുത്തിട്ടുള്ളത്. ഒരു യസ്യുഗത ഫീൽ നമുക്ക് ലഭിക്കും. താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷിലാണ് താഴത്തെ ബമ്പേഴ്സ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് നമുക്ക് 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ടും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. നമ്മൾ ഒറ്റ നോട്ടിൽ കാണുന്ന ഒരു യസ്യുഗത ഫീൽ നമുക്ക് ലഭിക്കും. ആ ഒരു സൈഡ് പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഒരു 17 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്ക് 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ആ ഒരു സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ലൈക്ക് നമുക്കൊരു വിക്ടോറിയസിന് കൊടുക്കാൻ സാധിക്കും. അതുപോലെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ഒരു SUV ക്ലാഡിങ് രീതിയിലാണ് ആ ഒരു വീൽ ആർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് ക്യാരക്ടർ ലൈൻസ് സൈഡ് പ്രൊഫൈലും വന്നിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ നമുക്ക് മാറ്റ് ബ്ലാക്കിൽ കൊടുത്തതിൽ നമുക്ക് ഷോറൂമിൽ തന്നെ അന്ന് ബോഡി കളർ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ബേസ് വേരിയൻറ്റിലാണ് ഈ ഒരു മാറ്റ് ബ്ലാക്ക് വരുന്നത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതും മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഷോറൂമിൽ പെയിൻറ്റ് ജോബ് ചെയ്ത് നമുക്ക് ബോഡി കളർ ചെയ്യാൻ സാധിക്കും. റിക്കോ സെൻസർ ബട്ടൺ ബേസ് മോഡൽ മുതൽ നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ലൈക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ ഒരു കീനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ സ്ട്രൈറ്റ് അവേ ഇതാണ് ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ലോപ്പിംഗ് അതുപോലെ തന്നെ ടൈലാംസ് ആണ്. ഒരു ഡൈനാമിക് ടൈലാംസ് ആണ് ഈ ഒരു വിക്ടോറിയസിന് വന്നിട്ടുള്ളത്. സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു CNG വരുന്നുണ്ട്, സ്ട്രോങ് ഹൈബ്രിഡ്, അതുപോലെ സ്മാർട്ട് ഹൈബ്രിഡും എന്നീ 3 രീതിയിൽ നമുക്ക് എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു ബെസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വിക്ടോറിയസിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ ലോഗോ നമുക്കവിടെ കാണാൻ സാധിക്കും. ഡിഫോക്കൽ ലൈൻസ് ബേസ് മോഡൽ മുതൽ ഡിഫോക്കൽ ലൈൻസ് വരുന്നുണ്ട്. ഹൈമോർ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. പാർക്ക് സെൻസേഴ്സ് റിഫ്ലക്ഷൻ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനൊരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നിട്ടുള്ളത്. നേരെ താഴെ ടൂൾ കിറ്റ് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളത്. 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നുള്ളത്. ആ സീറ്റ് ഫോൾട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ലഭിക്കുന്നതാണ്. മേലെ ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ്,
നമുക്ക് ഇതിൻ്റെ വീൽ കപ്സ് ആക്സറീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഷോറൂമിൽ തന്നെ. നമുക്ക് ഇൻബിൽഡ് വരുന്നുണ്ട് ആക്സറീസ് ആയിട്ട്. ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടൺ കളർ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടോ. ഒരു ബ്ലാക്ക് പ്ലസ് ബീച്ച് കളറിലാണ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് വരികയാണെങ്കിൽ പവർ വിൻഡോ കൺട്രോൾസ് ബേസ് മോഡൽ വരെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ലോക്ക് അൺലോക്ക്, വിൻഡോ ലോക്ക് ബട്ടൺ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾഡിങ് ഇല്ല, ഫോൾഡിങ് നേരെ മേലത്തെ വേരിയൻ്റ് എടുക്കണം, ഫോൾഡിങ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തുള്ളത്. ഒരു ടച്ചബിൾ ആയിട്ട് എലമെൻറ്റ്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തുള്ളത്. ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലൊരു മാറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുഷ്പട്ട സ്റ്റാർട്ട് ബേസ് മോഡ് വരുന്നുണ്ട് പറഞ്ഞു. അത് ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യൽ ബട്ടൺ, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ, ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്താൽ ഒരു പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണുമ്പോൾ തന്നെ. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ഹാത്തിൽ കൊടുത്തുള്ളത്. ബേസ് മോഡലിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കോൾ ഡിക്ലൈൻ ചെയ്യാനും ആൻസർ കോൾ ബട്ടൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സുസുക്കിയുടെ വലിയ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്. കാരണം നമ്മൾ ഇന്നേ വരെ സുസുക്കി ലൈനപ്പിൽ കാണാത്ത ഒരു പ്രത്യേകതര സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നുള്ളത്. ക്ലസ്റ്റർ യൂണിറ്റ്, 2 അനലോഗ് മീറ്റേഴ്സും ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റാണ് ഇതൊരു ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻ അറിയുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അനലോഗ് മീറ്ററിൽ RPM മീറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ സ്പീഡോ മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ഗേജ്, ഹീറ്റിൻ്റെ ഗേജും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ സെൻട്രൽ കൺസോളിൽ വരികയാണ് ഇൻഫോടൈം സിസ്റ്റം. അതും ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ ഒരു ഇൻഫോടൈം സിസ്റ്റം. കാരണം നമ്മൾ കുറച്ച് കാലം പുറകിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു empty പോർഷൻ കൊടുത്ത ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ ഇവിടെ ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. എനിക്ക് ശരിക്കും ബിഗ് ലൈക്ക് കൊടുക്കണം. കാരണം ശരിക്കും ട്രെൻഡിങ്ങിൽ പിന്തുടരുന്ന ഒരു ബ്രാൻഡായി മാറിയാണ് ഈ ഒരു സുസുക്കി. ശരിക്കും ഈ ഒരു സുസുക്കിയെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഒരു പക്ഷേ ഒരു സുസുക്കി. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് വന്നൊരു വാഹനം ഒരു പക്ഷേ ഒരു സുസുക്കി ആയിരിക്കും. ഫസ്റ്റ് ലൈക്ക് കൊടുക്കാൻ സാധിക്കും ആ ഒരു ഫീച്ചേഴ്സിനൊക്കെ. താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, AC കൺട്രോൾസ് കാണാൻ സാധിക്കും. അതുപോലെ വോളിയം ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ബട്ടൺസാണ് വോളിയം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഫോണൊക്കെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജ് നമുക്ക് ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് കീ വന്നുള്ളത്. ലോക്കും അൺലോക്കും ഇനി ബേസിക് കീ ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ 2 വാട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഗിയർ ബോക്സ്, ഒരു 5 സ്പീഡ് മാനുവലും അതുപോലെ ഒരു 6 സ്പീഡ് CVT ഗിയർ ബോക്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നേരത്തെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കീ ഒക്കെ ഇവിടെ വെക്കാൻ സാധിക്കും. ഒരു കീ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കോയിൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൻട്രലോട്ട് പോകുകയാണെങ്കിൽ റിയർ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും മാനുവലി ഡിമ്മയാണ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. മാനുവലി ഡിമ്മയാണ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ്, റീഡിങ് ലാമ്പ്, പാസഞ്ചറിൽ നോർമൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നേരെ താഴോട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു സ്പേഷ്യസ് ആയ ഒരു ഗ്ലൗ ബോക്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ നമുക്ക് ടച്ചബിളായ എലമെൻറ്റ്സ് കൊടുത്തില്ല. നമ്മൾ ഡോർ പേഡിൽ കണ്ട എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തുള്ളൂ. നമുക്ക് ഈ ഒരു കളർ ടോണൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷ്, പിന്നെ ഒരു ബീച്ച് കളറ്, പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത കാരണം നല്ലൊരു പ്രീമിയം അപ്പിയറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചുറ്റും ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത കാരണം അവിടെയും നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വെന്റിലേറ്റഡ് സീറ്റും കൂടിയും വരുന്നതാണ്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു വരാൻ സാധിക്കും വെന്റിലേറ്റഡ് സീറ്റ്. കാരണം ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥ അനുസരിച്ച് നല്ലൊരു ഫീച്ചറാണ് ഒരു വെന്റിലേറ്റഡ് സീറ്റ് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിക്ടോറിയസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ ഡ്രൈവർ കോപ്പിൽ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫീച്ചേഴ്സ് ആയാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ബോക്സ് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീൽസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആക്സിഡൻസ് ആയിട്ട് വീൽ കപ്സ് കിട്ടുന്നു. അപ്പോൾ ഇന്ത്യൻ ബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് അതിൻ്റെ സീറ്റിംഗ് ആട്ടോ.
തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയി നല്ലൊരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാം. അതുപോലെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഈ ഒരു സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ട് താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റീഡിങ് മാപ്സ് ഈ ഒരു റൂഫിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് സൺ റൂഫ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബേസ് മോഡൽ നമുക്ക് ഈ സൈഡിൽ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ മീൻസ് ഒരു ZXi വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് ഒരു പാനോറമിക് സൺ റൂഫാണ് ലഭിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു സൺ റൂഫിനെ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാം. ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു CNG ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ സ്മാർട്ട് ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡും ഈ ഒരു വിക്ടോറിയസ് അവൈലബിൾ ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ടെക്നോളജി വരുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 102 bhp പവറും 139 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്ട്രോങ് ഹൈബ്രിഡ് പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം 28 ലിറ്റർ മൈലേജും നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മൈലേജ് നമുക്കൊരു സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നതാണ്. സോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടുള്ളത് സുസുക്കി വിക്ടോറിയസ് LXi എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു ബേസ് വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഒരു പ്രൈസിന് വെർത്താണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. 10,50,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിങ്ങും അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.